ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ കുറേ നാൾ മുന്നേ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസാണ്. വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് ചെയ്തെടുത്ത ഡെക്കറേറ്റീവ് ഐഡിയാസിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാൾ മുന്നേ ചെയ്തൊരു സാധനമാണ്. ഒരു ഫ്രെയിമാണ്. ഇത് വീട്ടിൻ്റെ കോർണറിലായിട്ട് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കോർണറിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഈ പെയിൻറ്റിന് ഇത് നല്ല ആപ്റ്റായിരുന്നു. വെറുതെ ചെയ്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ ന്യൂസ് പേപ്പർ ഫോൾഡ് ചെയ്തിട്ടാണ് ഫ്രെയിം ചെയ്തേക്കുന്നത്, ബോർഡർ കൊടുത്തേക്കുന്നത്. അതുപോലെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിൽ ഞാനൊരു ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടി ഒരു മരം വരച്ചേക്കുവാണ്. ഭാഗ്യത്തിന് അത് മരമായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് വർക്ക്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഫ്രെയിം തന്നെയാണ്. ഇത് ന്യൂസ് പേപ്പർ ഫോൾഡിങ്സ് തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ പിസ്തയുടെ ഷെല്ലാണ് ഈ വൈറ്റും ഗ്രീനും കാണുന്നത്. അന്ന് എൻ്റെ കയ്യിൽ ആ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. സോ അത് മാത്രം യൂസ് ചെയ്തതാണ്. എന്നിട്ട് എന്തിനോ വേണ്ടി വാങ്ങിയ ഒരു സാഫ്രോൺ റിബൺ ഉണ്ടായിരുന്നു. അത് എടുത്ത് അതിൻ്റെ ബോർഡറിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വാൾ ഹാങ്ങിങ് ആയിട്ട് എന്നിട്ട് റൂമിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ബ്ലാക്ക് ആയതുകൊണ്ട് ഈ പെയിൻറ്റിന് വളരെ ആപ്റ്റാണ്. ഇതെല്ലാം ഹോളിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പലരും വരുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് എന്തിലാണ് ചെയ്തേക്കുന്നത്, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. പക്ഷെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന കാര്യമാണിത്. ഇനി അടുത്തതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഞാൻ എക്സെല്ലിൽ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. അതിൽ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അത് സ്റ്റോൺ വർക്ക് വല്ലതും ആണോ എന്ന്. അകത്ത് ഞാൻ എക്സെല്ലിൽ ബ്ലാക്ക് പെയിൻറ്റും അതുപോലെ അക്രലിക്കിൻ്റെ ബ്രൈറ്റ് ബ്ലൂ കളർ പെയിൻറ്റും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പുറത്ത് നമ്മുടെ വൈറ്റ് എക്സെല്ലിൽ മാത്രം ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഞാൻ തന്നെ പല പ്രാവശ്യം തള്ളി താഴെ ഇട്ടിട്ടാണ് അവിടെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത്. ഞാൻ തന്നെ പല പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ പല പ്രശ്നങ്ങളും വന്ന് അറ്റകുറ്റപ്പണികൾക്ക് വിധേയമായിരിക്കുകയാണ് അതിപ്പോൾ. അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ ഒരു ഫ്രെയിം എപ്പോഴും നോക്കാറുണ്ട്. അതെനിക്ക് ചേച്ചി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ്. എൻ്റെ ഒരു നവരസത്തിൻ്റെ ഫ്രെയിമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ഇങ്ങനെ പോയി വീക്ഷിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വർക്കിലോട്ട് പോകാം. ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു കഥ തന്നെയുണ്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇത് ഇവിടെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബോട്ടിലാണ്. അതിനെ ഞാൻ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈർക്കിലിൽ ചെയ്തൊരു വർക്കാണ്. ഈർക്കിലിനെ ഞാൻ വളരെ പാടുപെട്ട് ഷേപ്പ് ചെയ്തെടുത്ത് പെയിൻ്റൊക്കെ ചെയ്ത് കുറേ ബീഡ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ടേബിളിൽ വെച്ചിരുന്ന സാധനമാണിത്. കുറേ നാൾ മുന്നേ ഉള്ളതായതുകൊണ്ട് തന്നെ അതിൽ നിറയെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചേച്ചിയുടെ പിള്ളേരൊക്കെ വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഓരോ സാധനമായിട്ട് എടുത്ത് ഒടിച്ച് എൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് തരാറുണ്ട്. അങ്ങനെയാണ് ഇതിന് ഇത്രയും എണ്ണം കുറവ് വന്നത്. ഇത്രയും തന്നെ വീണ്ടും ഇതിലുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ അങ്ങനെ ഓരോരോ പരിപാടി കാണിക്കും. അതുപോലെ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിള്ളേർ അതൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനം ഉണ്ടായിരുന്നു എന്ന് കൂടി അറിയാൻ വയ്യാത്ത രീതിയിൽ അവരാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോർത്ത് വർക്ക്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വർക്ക് കൂടെയാണ് ഇത്. അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ചേച്ചിയുടെ ഒരു പെയിൻറ്റിംഗ് ആണ്. ആൾ എന്നെക്കാളും അത്യാവശ്യം നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും കേട്ടോ. ഞാനാണ് ചെയ്തിരുന്നെങ്കിൽ ഇത് പൂവാണെന്ന് പോലും തോന്നില്ലായിരുന്നു. ഇത് ബ്ലാക്ക് ചാർട്ടിലാണ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ചാർട്ടിൽ ന്യൂസ് പേപ്പർ ഫോൾഡിങ്സ് ബോർഡറായിട്ട് കൊടുത്ത് അതിന് വൈറ്റ് പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാനായിരുന്നു ചെയ്ത് കൊടുത്തതെന്ന് തോന്നുന്നു. കുറേ നാളായി, ഓർമ്മയില്ല. ദെൻ ആ പൂവിൻ്റെ അടുത്ത് ഞങ്ങളൊരു ബട്ടർഫ്ലൈ ഒക്കെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. റൂമിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ രാവിലെ ഉറക്കം സമയത്തൊക്കെ ഈ ബട്ടർഫ്ലൈ ഒക്കെ ഊരി വന്ന് പുറത്ത് കിടക്കുകയാണെങ്കിൽ വളരെ ഫണ്ണി ആയിരിക്കും അന്നത്തെ മോർണിംഗ് എന്ന് തോന്നുന്നത്. ഇതെന്ന് പറയുന്നത് എൻ്റെ റൂമിൽ തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഡോറ ബുജിയുടെ ഫ്രെയിമാണ്. ന്യൂസ് പേപ്പർ ഫോൾഡിങ് തന്നെയാണ് ബോർഡർ. അതിൻ്റെ മുകളിൽ ഞാനൊരു സ്മൈലിയൊക്കെ മുമ്പ് എവിടെ നിന്നോ കിട്ടിയ സാധനമൊക്കെ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. അങ്ങനെ കുറേ സമയം പോകാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ ചെയ്തൊരു ഫ്ലോപ്പിസമായ പെയിൻറ്റിംഗ് ആണ്. ചാർട്ടിൽ ഞാൻ നമ്മുടെ ആലില വെച്ചിട്ട് ആലില പെയിൻറ്റ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തെടുത്ത സാധനമാണ്. പക്ഷേ ഇത് വളരെ ഒരു ഫ്ലോപ്പിസമായി മാറിയതാണ്. പിന്നെ ഇത് കുറേ നാളായതുകൊണ്ടാണ് അതിൻ്റെ ആ പൊടിയും ഒഴുക്കുമൊക്കെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ഞാൻ തന്നെ ചെയ്ത ഒരു പെൻ സ്റ്റാൻഡാണ്. സാറ്റിൻ റിബൺ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. ആ സാധനം ബാലൻസ് വന്നതുകൊണ്ട് ഞാൻ എല്ലാ പ്രോഡക്റ്റ്സിലും അതെടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.